call and commission to be Christ's disciples. ക്രിസ്തു ശിഷ്യരാകുവാനുള്ള വിളിയും നിയോഗവും. എവൻഗേലിയോൻ ഭാഗമായി നമ്മൾ വായിച്ചു കേട്ടത് Gospel according to St. Matthew chapter 4 verses 17 through 22. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്ക് വളരെ പരിചിതമായ ഒരു ഭാഗമാണ് ഇത്. ഏറെ അതിൻ്റെ ഒരു പ്രാരംഭമായ ചിന്തകളിലേക്ക് പോകേണ്ടെന്ന ആവശ്യമില്ല. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത് ദ ടെംപ്റ്റേഷൻ ഓഫ് ജീസസ്, യേശു കർത്താവിൻ്റെ പ്രലോഭനങ്ങളാണ്. കർത്താവിനെ സാത്താൻ പരീക്ഷിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, യോഹന്നാൻ തടവിൽ ആയി എന്ന് കേട്ടാറെ അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. കർത്താവിൻ്റെ പരീക്ഷയ്ക്ക് ശേഷം അതിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, പിശാച് അവൻ്റെ അടുക്കൽ നിന്ന് പോകുന്നു. ആ സമയത്ത് ദൈവത്തിൻ്റെ ദൂതന്മാർ വന്ന് കർത്താവിനെ ശുശ്രൂഷിക്കുന്നു. അതിനുശേഷം മത്തായി പറയുന്നു, യോഹന്നാൻ തടവിലായി എന്ന് കേട്ടിട്ട് യേശു ഗലീലയ്ക്ക് വാങ്ങിപ്പോകുന്നു. അപ്പോൾ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വഴിയൊരുക്കുവാൻ കടന്നു വന്ന യോഹന്നാൻ ഇപ്പോൾ തടവിലാണ് എന്നത് മനസ്സിലാക്കിയ കർത്താവ് വാങ്ങിപ്പോയി എന്ന വാക്കാണ് മത്തായി ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്, രക്ഷപ്പെടുകയാണ്. കാരണം കർത്താവിനറിയാം, ഒരുപക്ഷെ ഇപ്പോൾ അവിടെ നിന്നാൽ താനും പിടിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി തൻ്റെ നിയോഗത്തെയും ഉത്തരവാദിത്വത്തെയും ഒക്കെ തിരിച്ചറിഞ്ഞ് കർത്താവ് അവിടെ നിന്ന് മാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ 17-ാമത്തെ വാക്യത്തിൽ നമ്മളിന്ന് വായിച്ചത്, അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. കർത്താവ് ഒരു പ്രസംഗം തുടങ്ങി എന്നാണ് മത്തായി അവിടെ എഴുതുന്നത്. ഫ്രം ദാറ്റ് ടൈം ജീസസ് ബിഗാൻ ടു പ്രീച്ച് സേയിങ്, റിപ്പന്റ് ഫോർ ദ കിങ്ഡം ഓഫ് ഹെവൻ ഈസ് അറ്റ് ഹാൻഡ്. ഒറ്റ മാത്രയിൽ തന്നെ നമുക്കിത് കേൾക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, കർത്താവ് അവിടെ തുടങ്ങി എന്നാണ് മത്തായി എഴുതിയിരിക്കുന്നതെങ്കിലും ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ബിഗിനിങ് ഓഫ് ജീസസ് ദാറ്റ് വി സീ, ഇറ്റ് ഈസ് എ കണ്ടിന്യൂവേഷൻ, ഒരു തുടർച്ചയാണ്. കാരണം വിശുദ്ധ യോഹന്നാനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷകളെ നമ്മൾ കാണുമ്പോൾ അവനും വിളിച്ചു പറയുന്നത് ഈ സെയിം മെസ്സേജ് തന്നെയാണ്. ഇതാ, മാനസാന്തരപ്പെടുക, സുവിശേഷത്തിൽ വിശ്വസിക്കാൻ, അല്ലെങ്കിൽ കർത്താവിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന ദൗത്യം, എന്ന വലിയ സന്ദേശം യോഹന്നാൻ വിളിച്ചു പറയുക. അപ്പോൾ ദൗത്യം എന്ന് പറയുന്നത്, മിഷൻ ഈസ് ഓൾവേസ് എ കണ്ടിന്യൂവേഷൻ. മിഷൻ എന്ന് പറയുന്നത് ഒരു തുടർച്ചയാണ്. ആ തുടർച്ച എന്ന് പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏദനിൽ ആരംഭിച്ചു, അല്ലെങ്കിൽ ദൈവിക പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, സൃഷ്ടിക്ക് മുമ്പേ ദൈവിക പദ്ധതിയുടെ ഭാഗമായി അത് ആരംഭിച്ച് അത് അനുസ്യൂതം കർത്താവിലൂടെ തുടരുന്നതും ഇന്ന് കർത്താവിൻ്റെ ശിഷ്യരിലൂടെ അത് പങ്കുവെക്കപ്പെടുന്നതുമായ അനുഭവമായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ മിഷനെ എപ്പോഴും കാണേണ്ടത് അങ്ങനെയാണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് സംതിങ് ബിഗിനിങ് ദെയർ, ബട്ട് ഇറ്റ് ഈസ് എ കണ്ടിന്യൂവേഷൻ ഓഫ് എ മിനിസ്ട്രി. ഒരു അച്ഛൻ പള്ളിയിൽ വന്നാൽ ആ പള്ളിയിലെ നമ്മൾ കാണുന്നത് അച്ഛൻ വന്ന് ഏതൊക്കെയോ തുടങ്ങുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ഇറ്റ് ഈസ് എ കണ്ടിന്യൂവേഷൻ ഓഫ് എ മിനിസ്ട്രി. മുമ്പേ പോയ ആളിൻ്റെ പുറകെയാണ് വരിക, അല്ലേ? യോഹന്നാൻ സ്നാപകൻ തന്നെ കർത്താവിനെ പരിചയപ്പെടുത്തുമ്പോൾ പറയുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ, അല്ലേ, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ ഞാൻ യോഗ്യനല്ല. സ്റ്റിൽ ഐ ആം പോയിന്റിങ് ടു ഹിം, ഞാൻ അവനിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. യേശു കർത്താവ് ആ ദൗത്യം തുടരുകയാണ്. ഹി ഈസ് കണ്ടിന്യൂയിങ് ദാറ്റ് മിനിസ്ട്രി. ഇറ്റ് ഈസ് നോട്ട് എൻഡിങ് അപ്പ് ദെയർ. വി ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് ബീങ് കണ്ടിന്യൂഡ് ത്രൂ ദ ഡിസൈപ്പിൾസ് ഓഫ് ജീസസ്. അതുകൊണ്ട് ഒരേ സന്ദേശം, മാനസാന്തരപ്പെടുക, ആ സന്ദേശം ഇതാ അവർ പാസ് ചെയ്യുകയാണ്. ദ മിഷൻ ഈസ് പാസിംഗ്, അവർ ബാറ്റൺ ഈസ് പാസിംഗ്, ആൻഡ് ജീസസ് ഈസ് കോളിംഗ് ഹിസ് ഡിസൈപ്പിൾ ടു ഗീവ് ദിസ് റെസ്പോൺസിബിലിറ്റി ടു ദം. അതുകൊണ്ടാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ ഈ വലിയ നിയോഗത്തിന് വേണ്ടി അവരെ വിളിക്കുകയും ഒരിക്കൽ ആരംഭിച്ചതും ഒരിക്കൽ തുടർന്നതും ഇന്ന് തുടരുന്നതുമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ
നിയോഗിക്കുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പറയുകയാണ്, യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ സാരം, അവൻ്റെ മെസ്സേജിൻ്റെ സാരം, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മനസാന്തരപ്പെടുവീൻ എന്ന് പറയുകയാണ്. രണ്ട്, ഈ സന്ദേശം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്, കിങ്ഡം ഓഫ് ഹെവൻ. മത്തായി പറയുമ്പോഴൊക്കെ കിങ്ഡം ഓഫ് ഹെവൻ എന്ന് പറയാനാണ് മത്തായിക്ക് ഇഷ്ടം, സ്വർഗരാജ്യം എന്ന് പറയും. ലൂക്കോസ് പറയുമ്പോൾ അത് കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം എന്ന് പറയാനാണ് ലൂക്കോസിന് ഇഷ്ടം. എന്ത് തന്നെ ആയാലും നമുക്കറിയാം, തുടർന്നുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ജീസസ് ഈസ് ഡൂയിങ് ഹിസ് മിനിസ്ട്രി, ജീസസ് ഈസ് ഹീലിംഗ് ദ പീപ്പിൾ, ഹി ഈസ് പ്രീച്ചിങ് ദെയർ, എ മിനിസ്ട്രി ഈസ് ബീങ് ഇൻട്രൊഡ്യൂസ്ഡ് ദെയർ. അവിടെ കർത്താവിന്റെ ഒരു ശുശ്രൂഷയെ പരിചയപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ that ministry that Jesus is doing is revealing what is there in heaven. സ്വർഗരാജ്യത്തെ ഈ ലോകത്തിൽ കർത്താവ് കാണിക്കുകയാണ്. സ്വർഗരാജ്യം എന്ത് എന്ന് ഈ ലോകത്തിൽ കർത്താവ് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് കർത്താവ് ഈ ലോകത്തിലെ ശുശ്രൂഷയെ നമ്മൾ കാണുമ്പോൾ കർത്താവ് പറയുകയാണ്, ഇതാ സ്വർഗരാജ്യത്തിന്റെ അനുഭവത്തെ ഈ ഭൂമിയിൽ ഇതാ നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സമീപിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത്, അറ്റ് ഹാൻഡ്. മറ്റൊരിടത്ത് കർത്താവ് പറയുന്നുണ്ട്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ഇൻ യുവർ മിഡ്സ്റ്റ്. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 21-ാമത്തെ വാക്യം. അവിടെ പറയുന്നത് ദ ഇമ്മീഡിയറ്റ് പ്രസൻസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് മീൻസ് ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ഇൻ യുവർ മിഡ്സ്റ്റ്, നിങ്ങളുടെ മധ്യത്തിൽ തന്നെ ഉണ്ട്. വീണ്ടും കർത്താവ് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, കിങ്ഡം ഓഫ് ഗോഡ് വരുവാനായിട്ട് പോവുകയാണ്. ദാറ്റ് മീൻസ് അതിന് ഒരു പാസ്റ്റ് ഉണ്ട്, ഒരു പ്രസന്റ് ഉണ്ട്, അതിന് ഒരു ഫ്യൂച്ചർ ഉണ്ട്. ഇറ്റ് ഈസ് യെറ്റ് ടു കംപ്ലീറ്റ്. അത് പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട്, അത് പെർഫെക്റ്റ് ആകേണ്ടതുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടുന്നത് ആവശ്യമാണ്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഈ ദൈവരാജ്യത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ദൈവരാജ്യം, സ്വർഗരാജ്യം ഇതാ സമീപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടുവീൻ. മാനസാന്തരപ്പെടുക എന്ന ദൗത്യം വീണ്ടും കർത്താവ് ഏറെ ശ്രദ്ധയോടുകൂടെ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നത് നമുക്കവിടെ കൃത്യമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവരാജ്യത്തിന്റെ ഈ വലിയ ദൗത്യത്തിന് വേണ്ടി യേശു കർത്താവ് ക്ഷണിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം നമുക്കിവിടെ കൃത്യമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, ഈ ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത് അത് ഒരു വലിയ കൂട്ടായ്മയിലേക്കുള്ള ഒരു ക്ഷണമാണ്. ആ വലിയ ക്ഷണത്തിലേക്ക് ഇതാ രണ്ട് കൂട്ടർ അല്ലെങ്കിൽ ടു പെയർ ഓഫ് ബ്രദേഴ്സ് അത് പ്രവേശിക്കുന്നതാണ് നമുക്ക് പിന്നീട് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ നമുക്ക് ഇപ്രകാരം കാണാം, ഈ ശിഷ്യന്മാർ അല്ലെങ്കിൽ ഈ സഹോദരന്മാർ ദേ ആർ ഡൂയിങ് ദെയർ ജോബ്, അവരുടെ ജോലി ചെയ്യുക. സാധാരണ ജോലി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇവിടെ കാണുന്നത് ഒരു കൂട്ടർ, രണ്ട് സഹോദരന്മാർ കടലിൽ വല വീശുന്നത് യേശു കർത്താവ് കണ്ടു എന്നാണ് പറയുന്നത്. അവരെ പരിചയപ്പെടുത്തുന്നത് പത്രോസ്, അന്ത്രയോസ് എന്ന രണ്ട് സഹോദരന്മാർ. വീണ്ടും നമ്മൾ കാണുന്നു സെബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും അവർ അവരുടെ പിതാവിനോട് കൂടെ വല നന്നാക്കുന്നത് കാണുകയാണ്, അവരെയും വിളിക്കുകയാണ്. അപ്പൊ കർത്താവ് ഇങ്ങനെ കാണുക. അപ്പൊ നമ്മുടെ ഒരു ചിന്ത, സാധാരണ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, കർത്താവിനെ പെട്ടെന്ന് അവരങ്ങോട്ട് കണ്ടു, കർത്താവ് വിളിച്ചു, അവർ കർത്താവിന്റെ കൂടെ പോയി. അങ്ങനെ ആയിരിക്കുമോ? അങ്ങനെ ആകുന്നതാണ് നമുക്ക് സന്തോഷം. പക്ഷെ എൻ്റെ ചിന്ത ഇങ്ങനെയാണ്, യേശു കർത്താവ് അവിടെ ആയിരുന്നപ്പോൾ പല അടയാളങ്ങളുണ്ട്, നമുക്ക് പലപ്പോഴും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, പല ഇടങ്ങളിലായി കാണുന്നുണ്ട്. പല തവണ കർത്താവ് ശിഷ്യന്മാരെ വിളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശു കർത്താവിനെ ആൾറെഡി ദേ ആർ ഫെമിലിയർ വിത്ത് ജീസസ്, ദേ മേ ഹാവ് ഹേർഡ് ഹിസ് ടീച്ചിങ്സ്. അങ്ങനെ കർത്താവിൻ്റെ സംഭാഷണങ്ങളും അവൻ്റെ പ്രവർത്തനങ്ങളും അവൻ്റെ ജീവിതവും അവൻ്റെ ശൈലിയും ഒക്കെ കണ്ട് പരിചയമുള്ളവരായിരുന്നിരിക്കാം. പക്ഷെ ഇപ്പോൾ കർത്താവ് അവരെ ഈ ദൗത്യത്തിലേക്ക് വിളിക്കുക. ഈ ദൗത്യത്തിലേക്ക് വിളിക്കുന്ന സമയത്ത് അവിടുത്തെ പൊളിറ്റിക്കലായ ചില കാര്യങ്ങൾ കൂടെ നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. രണ്ട് വാക്കുകളിൽ പറയാൻ ശ്രമിക്കുകയാണ്. ഇതിപ്പോൾ നമുക്കറിയാം, ഇറ്റ് ഈസ് അണ്ടർ റോമൻ പവർ, റോമൻ ആധിപത്യത്തിന്റെ കീഴിലാണ്. ഇവിടെ ചില സ്ഥലങ്ങളെ കുറിച്ചൊക്കെ അതിനു മുമ്പ് പറയുന്നുണ്ട്. ആ സ്ഥലങ്ങളൊക്കെ ദൈവത്തിന്റെ വാഗ്ദാന പ്രകാരം തൻ്റെ മക്കൾക്ക്, ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത ഇടങ്ങളാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സെബൂലന്റെയും നഫ്താലിയുടെയും ഒക്കെ അതിരുകൾ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ദേ ആർ ദ പ്ലേസസ് that was given to the people of God, but that place is under now Roman power. റോമൻ ആധിപത്യത്തിന്റെ കീഴിലായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ട്, അവർ ഈ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലിപ്പം ചെയ്യുന്നത് പോലെ നമുക്ക് നേരെ പോയി അത് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. They cannot fish,
ഇഫ് ദ വിഷ് ടു ഫിഷ് അങ്ങനെ പോകാനായിട്ട് സാധിക്കത്തില്ല. ഫോർ ദാറ്റ് ദേ ഹാവ് ടു ടേക്ക് പെർമിഷൻ ഫ്രം ദ റോമൻ എംപയർ. റോമൻ എംപയറിൽ നിന്ന് അവർക്ക് പെർമിഷൻ എടുക്കണം. ദേ ഹാവ് ടു ഗീവ് സം ടാക്സ് ഫോർ ദ സെയിം. അതിനുവേണ്ടി കുറച്ച് ടാക്സ് കൊടുക്കണം. അങ്ങനെ ദേ ഹാവ് എ കോൺട്രാക്ട് ആൻഡ് ടു ഫിഷ് ദേ ഹാവ് ടു മെയിൻറ്റെയിൻ ദാറ്റ് കോൺട്രാക്ട് ആൻഡ് ഡു ദെയർ ജോബ്. അപ്പൊ മനസ്സിലാക്കണം, അവരുടെ ഇപ്പോഴത്തെ വിധേയത്വം എന്ന് പറയുന്നത് റോമൻ ആധിപത്യത്തോടു കൂടെയാണ്. റോമൻ ആധിപത്യത്തിന്റെ വിധേയത്വത്തിൽ, റോമൻ ആധിപത്യത്തിന് പണം കൊടുത്ത്, റോമൻ ആധിപത്യത്തിന്റെ സൗകര്യത്തിൽ അവർ ഇപ്പോൾ വല വീശുന്ന അനുഭവത്തിന്റെ മധ്യത്തിൽ നിൽക്കുമ്പോഴാണ് യേശു കർത്താവ് അവരെ വിളിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളത് നാം കാണാനായിട്ട് സാധിക്കുന്നു. എന്തുകൊണ്ടാണ് റോമൻ ഗവൺമെന്റ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ദേ വാണ്ട് ടു എക്സ്പ്ലോയിറ്റ് ദ പീപ്പിൾ. അവർ ജനങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ദേ വാണ്ട് ടു ടേക്ക് മണി ഫ്രം ദ പീപ്പിൾ. ആളുകളിൽ നിന്ന് പണം എടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ദേ വാണ്ട് ടു ഹാർഡൻ ദെയർ ലൈഫ്. അവരുടെ ജീവിതത്തെ കടുപ്പുള്ളതാക്കി മാറ്റാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ കണ്ടത്, യോഹന്നാൻ സ്നാപകനെയൊക്കെ നമ്മൾ കണ്ടു. യോഹന്നാൻ സ്നാപകനൊക്കെ അല്ലെ തടവിലായിരിക്കുകയാണ്. അപ്പോൾ അനീതിയുടെ വാഹകരാണ്. അനീതിയെ പങ്കുവെച്ചുകൊണ്ട്, അസമത്വത്തെ സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യന്റെ മേൽ ഇതാ വലിയ പ്രതിസന്ധികളെ ഉണ്ടാക്കുന്ന ഒരു ഭരണ സംവിധാനത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് യേശു കർത്താവ് വിളിച്ചു പറയുന്നത്, ഇതല്ല ഏത് സ്വർഗരാജ്യം എന്ന് പറയുന്നത്. ദിസ് ഈസ് നോട്ട് ദ കിങ്ഡം ഓഫ് ഗോഡ്. ഇതല്ല ദൈവരാജ്യം എന്ന് പറയുന്നത്. ആ ദൈവരാജ്യത്തിലേക്കാണ് ഈ ശിഷ്യന്മാരെ ക്ഷണിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ക്ഷണത്തെ കാണുമ്പോൾ വി ക്യാൻ സീ ഇൻവിറ്റേഷൻ ടു സം ന്യൂ അലീജിയൻസ്. അവർക്കുള്ള വിധേയത്വങ്ങളായിട്ടല്ല, ചില പുതിയ വിധേയത്വങ്ങളിലേക്ക് യേശു കർത്താവ് അവരെ ക്ഷണിക്കുവാൻ, വിളിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വൺ തിങ്, എംബ്രേസിങ് ന്യൂ വാല്യൂസ്. ലോകത്തിന്റെ മൂല്യങ്ങളിലേക്കല്ല, മറിച്ച് ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങളിലേക്ക് വിളിക്കുവാൻ ആഗ്രഹിക്കുക. അപ്പോൾ കർത്താവ് തന്നെ ശിഷ്യന്മാരെ ഇങ്ങനെ വിളിച്ച് വേർതിരിക്കുമ്പോൾ നമ്മൾ കാണേണ്ടത്, ഇന്ന് അവരുടെ മേലുള്ള മൂല്യങ്ങൾ, വാല്യൂസ്, ആ വാല്യൂസ് ലോകത്തിന് വേദനകളെ സമ്മാനിക്കുന്നതാണെങ്കിൽ, the value that Jesus is putting forward, ജീസസ് അവിടെ പറയുന്ന ഈ വലിയ മൂല്യങ്ങളെ നമ്മൾ കാണുമ്പോൾ, they are called to the abundance of joy, they are called to the mercy of God, they are called to the justice of God. അപ്പോ അവരെ വിളിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചു കൊള്ളണം, ആ വിളിക്കുന്നത് നിങ്ങൾക്ക് ഇന്നുള്ള വിധേയത്വത്തിൽ നിന്ന് ദൈവരാജ്യത്തിന്റെ വിധേയത്വത്തിലേക്ക് മാറാനായിട്ട് സാധിക്കണം. ന്യൂ അലീജിയൻസ്, ന്യൂ വാല്യൂസ് ദാറ്റ് വി ക്യാൻ സീ. പുതിയ മൂല്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. നമ്മളൊക്കെ ജീവിക്കുന്ന ലോകം നമുക്ക് പല മൂല്യങ്ങളെയും നൽകുന്നുണ്ട് അല്ലേ? പല മൂല്യങ്ങൾ നൽകുന്നുണ്ട്. ഒരു 10-20 കൊല്ലത്തിന് മുമ്പോ അല്ലെങ്കിൽ 40 കൊല്ലത്തിന് മുമ്പോ ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമായിരുന്നു അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ പപ്പായെ വിളിച്ചൊന്നും ആശംസ പറഞ്ഞില്ല. കഴിഞ്ഞ വർഷം വിളിച്ചുകൊണ്ട് ചിലപ്പം പപ്പായ്ക്ക് തോന്നും, ഈ പ്രാവശ്യം അവൻ എന്നെ വിളിച്ചില്ലല്ലോ, കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചില്ലല്ലോ എന്ന് കുഴപ്പമില്ല ഉണ്ടായിരുന്നു. കാരണം ഇതൊക്കെ നമുക്ക് പുതിയ സംവിധാനങ്ങൾ നൽകുന്ന, നല്ലതോ തെറ്റോ അത് വേറൊന്ന്. മദേഴ്സ് ഡേ നല്ലതാ. ഒത്തിരി ഡേ വരുന്നതിന്റെ കാരണം ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഡേയിൽ എന്തോ ചെയ്യും, കുറെ കച്ചവടം നടക്കും, ഹോട്ടലുകൾക്കൊക്കെ കുറച്ച് ഫുഡ് പോകും. അപ്പോ ഇതിനൊക്കെ ഒരു കാരണം, ഒരു കമ്പോളത്തിന്റെ ഒരു 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 ഇടപാടുണ്ട് അതിനകത്ത്. മാർക്കറ്റ് നീഡ്സ് സംതിങ് ആൻഡ് ദാറ്റ് മാർക്കറ്റ് ഗീവ്സ് സം മോഡൽസ് ആൻഡ് വാല്യൂസ് നമുക്ക് തരികയാണ്. അതുകൊണ്ട് പറഞ്ഞു, ഫാദേഴ്സ് ഡേയിൽ എന്തോ ചെയ്യണം, എല്ലാ അപ്പന്മാരെയും ആശംസിക്കണം, കാർഡ് മേടിക്കണം, പുതിയ ഉടുപ്പ് മേടിച്ചു കൊടുക്കണം, കൊണ്ടുപോയി ഫുഡ് കൊടുക്കണം. ബാക്കി ദിവസമോ മദേഴ്സ് ഡേയിൽ അമ്മയെ പോയി കാണണം, കൂടിരിക്കണം, ഫുഡ് കൊടുക്കണം, കൊച്ചുമക്കളെ കൊണ്ട് കാണിക്കണം. ബാക്കി ദിവസമോ സോ സം സർട്ടൻ തിങ്സ് ഈസ് ഹാപ്പണിങ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഒന്ന് മോശമെന്ന് പറയാനായിട്ടല്ല, നമുക്കുണ്ടാകേണ്ടുന്ന മൂല്യങ്ങൾ എന്താണ്? ദൈവരാജ്യത്തിന്റെ മൂല്യമാണ്. എനിക്ക് പ്രായമുള്ള ഒരു അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ ആ അപ്പനോടും അമ്മയോടും കൂടെ എനിക്ക് എന്നും മദേഴ്സ് ഡേ ഉണ്ട്, എനിക്ക് എന്നും ഫാദേഴ്സ് ഡേ ഉണ്ട്, എനിക്ക് എന്നും ഫെലോഷിപ്പ് ഉണ്ട്. നോട്ട് ഓൺലി എ പർട്ടിക്കുലർ ഡേ. അതായിത്തീരുമ്പോഴാണ് നമ്മുടെ ഈ ആഘോഷങ്ങളും ആശംസകളും ഒക്കെ എന്തായിട്ട് മാറുന്നത്? അനുഗ്രഹമായിട്ട് മാറുവാനായിട്ട് സാധിക്കും. അതർവൈസ് ഇറ്റ് ഈസ് ജസ്റ്റ് സിമ്പിൾ തിങ് ദാറ്റ് വി ഹാവ് ടു സീ. അതുകൊണ്ട് ഞാൻ പറയാൻ ശ്രമിച്ചത് ഇത്ര മാത്രമാണ്. ലോകത്തിന്റെ മൂല്യങ്ങൾ പലപ്പോഴും നമ്മുടെ മേൽ നമ്മെ കീഴടക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, സ്വർഗരാജ്യത്തിന്റെ മൂല്യങ്ങൾ അങ്ങനെയാ. എന്താണ് അത്? സാക്രിഫൈസിന്റെയാ, ക്ഷമയുടേതാ,
അത് സഹനത്തിൻ്റെതാ, അത് പൊറുക്കലിൻ്റെതാ, അത് ഉൾക്കൊള്ളലിൻ്റെതാ, അത് പങ്കുവെക്കലിൻ്റെതാ, അത് സ്നേഹത്തിൻ്റെതാ. അപ്രകാരം ആ മൂല്യങ്ങളിലേക്കുള്ള വിളിയാണ്. റോമൻ ആധിപത്യം തരുന്ന മൂല്യങ്ങളിലേക്കല്ല, മറിച്ചിതാ നിങ്ങൾക്ക് നൽകുന്ന മൂല്യം എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ കാണുന്നത് അല്ലെ, ത്രൂ ഓൾ ദ ഗോസ്പൽ ദാറ്റ് വി സീ ന്യൂ വാല്യൂസ് ആർ ബീങ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ദ പീപ്പിൾ. ആ ശിഷ്യന്മാർക്ക് പുതിയ പുതിയ മൂല്യങ്ങളെ അവർ പങ്കുവെക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. The second thing is that he is calling them to embrace new responsibility. പുതിയ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് കർത്താവ് വിളിക്കുക. ഇതുവരെ അവരുടെ ഉത്തരവാദിത്വം, ജോലി എന്ന് പറയുന്നത് എന്താ? മീൻ പിടിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യും? മനുഷ്യരെ പിടിക്കുന്നവർ ആക്കും. ഈ വിളിക്കും ഒരു പ്രത്യേകതയുണ്ട്. ഒരു പാലസ്തീനിയൻ കോണ്ടക്സ്റ്റ് അനുസരിച്ച് നമ്മൾ കാണുന്നത് സാധാരണ ശിഷ്യന്മാരാണ് ഗുരുവിനെ അന്വേഷിച്ച് ചെല്ലുന്നത്. ചില ശിഷ്യന്മാരൊക്കെ വന്ന് യേശുവിന്റെ അടുക്ക ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ വരട്ടെ എന്ന്, അല്ലേ? കർത്താവ് അവരെ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ആ കൂട്ടത്തൊന്നും ചേർത്തതായിട്ട് കണ്ടിട്ടില്ല, അങ്ങോട്ട് പോയി ചോദിച്ചവരോട്. പക്ഷെ കർത്താവ് എന്ത് ചെയ്തു? പോയി ശിഷ്യന്മാരെ വിളിച്ചു. അപ്പോൾ കർത്താവ് തന്റെ അപ്പോസ്തലന്മാരെ, തന്റെ ശിഷ്യന്മാരെ കർത്താവ് അങ്ങോട്ട് ചെന്നിട്ടാണ് വിളിക്കുന്നത്. വിളിച്ചതിന് കർത്താവിന്റെ ഉത്തരവാദിത്വമുണ്ട്. കർത്താവ് പറയുന്നു, ഇതുവരെ നിങ്ങൾ ഇതാ ലോകത്തിൽ നിങ്ങൾ മീനിനെ പിടിക്കുന്നവരാണെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾക്കൊരു റെസ്പോൺസിബിലിറ്റി കൂടെ നടക്കുക. വെറുതെ കൂടെ നടന്നാൽ പോരാ, വെറുതെ കൂടെ കേട്ടാൽ പോരാ, അല്ലേ? വെറുതെ കൂടെ എൻ്റെ കൂടെ അനുഗമിച്ചാൽ പോരാ. യു ഹാവ് ടു ഡു എ റെസ്പോൺസിബിലിറ്റി. ദ റെസ്പോൺസിബിലിറ്റി ഈസ് എന്താണ്? ഈസ് ഫിഷിംഗ് ഫോർ ജീസസ് ഓർ ദ ഫിഷേഴ്സ് ഓഫ് മെൻ. ഇതാ കർത്താവിന് വേണ്ടി മനുഷ്യരെ പിടിക്കുന്നവർ ആക്കും. ഇതാ മനുഷ്യരെ പിടിക്കുന്ന വെച്ച അർത്ഥം, മനുഷ്യരെ പിടിക്കുക എന്ന് വെച്ച അർത്ഥം, മനുഷ്യരെ പിടിക്കുക എന്ന് വെച്ച അർത്ഥം എന്താ? നഷ്ടപ്പെടാൻ ഇടയുള്ള ഇടങ്ങളിൽ നിന്ന് കർത്താവിന്റെ ജീവനിലേക്ക് മനുഷ്യരെ കൊണ്ടുവരിക എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് യേശു കർത്താവിന്റെ ശിഷ്യത്വത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുമ്പോൾ ജീസസ് ഹാസ് എൻട്രസ്റ്റഡ് സം റെസ്പോൺസിബിലിറ്റി ഓൺ us. നമ്മളിൽ ചില ഉത്തരവാദിത്തങ്ങളെ കർത്താവ് നൽകിയിട്ടുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് not only just spectators, not only just listeners, not only just followers, we are called to catch the people. മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റണം ആണം. to save the souls, ആത്മാക്കളെ രക്ഷയിലേക്ക് നേടുവാനായിട്ട് സാധിക്കണം. നമ്മളിന്ന് സ്ലീഹാഭാഗമായി വായിച്ചിടത്തൊക്കെ നമുക്ക് കേട്ടല്ലോ, അനന്യാസിനെ പറഞ്ഞയക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കർത്താവ് ഒരുക്കിയിരിക്കുന്ന ശൗലിന്റെ അടുക്കിലേക്ക് ഈ വലിയ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ആക്കുകയാണ്. നഷ്ടത്തിൽ നിന്ന് ജീവനിലേക്ക്, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വിളിക്കുന്ന ആ കർത്താവിന്റെ വലിയ ദൗത്യത്തിന്റെ ഭാഗമായി നമുക്ക് അതിനെ കാണുവാനായിട്ട് സാധിക്കുക. The third thing is embracing new responsibility, embracing new relationship. പുതിയ ബന്ധങ്ങൾ ഇതാ ഉണ്ടാകുക. പുതിയ ബന്ധങ്ങൾ. ആദ്യത്തെ കാഴ്ച വലിയ കുഴപ്പമില്ല, രണ്ടുപേരും ഇങ്ങനെ അല്ലേ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പം വിളിക്കുകയായിരുന്നു. രണ്ടാമത്തെ കാഴ്ച ഇച്ചിരി സങ്കടമുള്ള കാഴ്ചയാണ്. കാരണം വല നന്നാക്കിക്കൊണ്ടിരിക്കുക, കൂടാറുണ്ട്, അപ്പനും ഉണ്ട്, സബദി. താഴെ പറയുന്നത് അവർ എന്ത് ചെയ്തു? അവർ ഉടനെ പടകിനെയും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു. രണ്ടിടത്തും എടുത്തു പറയുന്നൊരു വാക്കുണ്ട്, ലീവ്, വിട്ടു. അനുഗമനത്തിന്റെ അടിസ്ഥാനം ചിലത് വിടാതെ പറ്റത്തില്ല. ഇവിടുത്തെ രണ്ടാമത്തെ കാഴ്ച നോട്ട് ഓൺലി ദെയർ പ്രൊഫഷൻ, അവരുടെ ജോലി മാത്രമല്ല, they are forsaking, leaving their family tie. അവരുടെ കുടുംബമായിട്ടുള്ള ചില ബന്ധങ്ങളെ കൂടെ അവിടെ മാറ്റിവെച്ചുകൊണ്ട് യേശു കർത്താവ് അവിടെ പറയുകയാണ്. സോ they are asked to prioritize their decision. എന്താണ് അവരുടെ തീരുമാനങ്ങൾ, മുൻഗണന കൊടുക്കേണ്ടത് എന്ത് എന്ന് കർത്താവ് നിർണയിക്കാൻ ആവശ്യപ്പെടുകയാണ്. നിന്റെ ജീവനമാർഗത്തിനും നിന്റെ കുടുംബത്തിനും മുൻഗണന കൊടുക്കാനായിട്ട് സാധിക്കും. അതർവൈസ് യു ക്യാൻ ഗീവ് പ്രയോറിറ്റി ടു ദ മിനിസ്ട്രി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ദൗത്യത്തിന്, മിനിസ്ട്രിക്ക് മുൻഗണന കൊടുക്കാനായിട്ട് സാധിക്കണം. ചേഞ്ചിങ് പ്രയോറിറ്റിയാണ് മിനിസ്ട്രി എന്ന് പറയുന്നത്. ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിട്ട് നമുക്ക് എന്താ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പലപ്പോഴും ലോകപ്രകാരം പല കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചു എന്ന് വരികയില്ല.
കാരണം ദ പ്രയോറിറ്റി ഈസ് ഫോർ ദ മിനിസ്ട്രി. മിനിസ്ട്രിക്ക് വേണ്ടിയിട്ടാണ് പ്രയോറിറ്റി. അടുത്ത സമയത്ത് ഞാൻ ഇവിടെ നിന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വീട്ടിലിങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളോട് ഉണർത്താൻ്റെ ഇടയിൽ ഇങ്ങനെ ചോദിച്ചു, അപ്പായ്ക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടം? അപ്പോൾ മറുപടി പെട്ടെന്ന് വന്നു. ഞാൻ പ്രതീക്ഷിച്ച മറുപടിയല്ല. മറുപടി യേശു അപ്പച്ചനെയാ ഇഷ്ടം. ഐ വാസ് വെരി ഹാപ്പി. കാരണം ജീവിതത്തിൽ അങ്ങനെ ചില തീരുമാനങ്ങൾ എടുക്കുന്നവർക്കാണ് ഈ ശുശ്രൂഷ ചെയ്യുവാൻ അധികാരം, അവസരം ലഭിക്കുന്നത്, അല്ലേ? നിങ്ങളുടെ ഇവിടെ 3 വർഷത്തെ കാലം ശുശ്രൂഷ ചെയ്യാനായിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് കുടുംബങ്ങളൊക്കെ വിട്ടിട്ടാ വരുന്നത്. ഇനിയും പോകണമെന്ന് ചിലപ്പം വിചാരിച്ചാൽ തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റത്തില്ല. ഇപ്പം അങ്ങനെ കിടപ്പ്. കാരണം നമ്മൾ എക്സ്റ്റൻഷനിലാണ് വിസ. നാട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ എത്രയോ പേർ ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ പല അച്ഛന്മാരുടെ കുടുംബങ്ങളിലൊക്കെ എന്തെല്ലാം പ്രതിസന്ധികൾ നേരിട്ടു. നോബഡി കുഡ് ഗോ ദെയർ. ആർക്കും പോകാൻ പറ്റിയില്ല. കാരണം നാടിൻ്റെ നിയമം അനുവദിക്കുന്നില്ല. ദേ ക്യാൻ ലീവ് ദെയർ മിനിസ്ട്രി ആൻഡ് ഗോ ദെയർ ആൻഡ് സീ ദെയർ പേരൻസ്. അവരുടെ പേരൻസിനെ കാണാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അവരുടെ ബ്രദർ ആ ആക്സിഡൻറ്റിലൊക്കെ മരണമൊക്കെ അടഞ്ഞ സാഹചര്യമുണ്ട്. ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത് ഇങ്ങനെയാണ്. ബട്ട് വൺ തിങ് ഈസ് ഷുവർ, വിട്ടു എന്ന് പറയുമ്പോൾ അതിനോട് കൂടെ കർത്താവ് ചേർത്ത് വെച്ച ഒരു കാര്യം കൂടെ ഉണ്ട്. മർക്കോസിന്റെ സുവിശേഷം മത്തായിലുണ്ട്. അത് ഭംഗിയായിട്ട് മർക്കോസിന്റെ സുവിശേഷത്തിലായതുകൊണ്ട് ഞാൻ പറയുകയാണ്. ശിഷ്യന്മാർ പറയുന്നുണ്ട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ എന്ത് ചെയ്തു? അനുഗമിച്ചു. അപ്പോ കർത്താവ് പറയാനായിട്ട് ശ്രമിക്കുന്നത് ഇങ്ങനെയാണ്. 10-ാം അധ്യായത്തിന്റെ 29-30 വാക്യം. അതിന് യേശു, എന്റെ നിമിത്തവും സുവിശേഷ നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയെയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടും കൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ശിഷ്യന്മാരുടെ അവകാശവാദം ഇതാണ്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു. പക്ഷേ കർത്താവ് പറഞ്ഞു, അതൊരു ശരിയാ, പക്ഷേ ഇന്ന് നിനക്ക് കിട്ടിയിരിക്കുന്ന ഈ അപ്പന്മാരോ ഈ അമ്മമാരോ ഈ സഹോദരങ്ങളോ ഈ ജീവിതത്തിന്റെ ഈ സന്തോഷമോ ഇനിയും വരുവാനിരിക്കുന്ന സന്തോഷത്തിന്റെ പൂർണ്ണതയോ അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ യേശു കർത്താവ് പറയുകയാണ്. അങ്ങനെയാ ഈ ശുശ്രൂഷയുടെ പ്രത്യേകത. 15 വർഷമാകാൻ പോകുന്നു ശുശ്രൂഷയുടെ അനുഭവത്തിൽ. ചെയ്ത ശുശ്രൂഷ ഇടങ്ങളിലൊക്കെ ഒരു കാര്യം കൃത്യമായിട്ട് പറയാം. ആ കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത് ഒരുപാട് അപ്പന്മാർ, ഒരുപാട് അമ്മമാർ, ഒരുപാട് സഹോദരന്മാർ, ഒരുപാട് സഹോദരികൾ ഈ ശുശ്രൂഷയിൽ കിട്ടുന്നു എന്നുള്ളതാണ് ഈ ശുശ്രൂഷയുടെ കരുത്തും ബലവും. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കളഞ്ഞിട്ടാണ് വന്നത് എന്ന് സങ്കടപ്പെട്ടാൽ കർത്താവ് പറയുകയാണ്, എന്താണ്? നീ കളഞ്ഞതിനേക്കാൾ അധികം എന്തുണ്ട്? നിനക്ക് ലഭിച്ചിട്ടുണ്ട്. നിനക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരപ്പന്റെ ഇടങ്ങളിൽ ഒരുപാട് അപ്പന്മാർ, ഒരമ്മയുടെ ഇടങ്ങളിൽ ഒരുപാട് അമ്മമാർ, ഒരുപാട് സഹോദരങ്ങൾ, ഒരുപാട് സഹോദരികൾ. അതിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു വാക്കൂടെ, ഉപദ്രവങ്ങളോട് കൂടെ. ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവും, ഉപദ്രവിക്കേണ്ടവർക്കൊക്കെ ഉപദ്രവിക്കാം. പക്ഷേ ഒരു കാര്യം കൃത്യമാ. എന്ത് കൃത്യം? ഇത് തമ്പുരാൻ വിളിച്ചിട്ടിറങ്ങിയതാണെങ്കിൽ, ഇത് തമ്പുരാന്റെ നിയോഗമുണ്ടെങ്കിൽ ആ നിയോഗ വഴികളിൽ കൂടെ നടത്തുവാൻ മതിയാകുന്നവൻ വിളിച്ചിരിക്കുന്നത്. യു ഹാവ് ടു ലീവ് യുവർ പ്രയോറിറ്റീസ് ആൻഡ് യു ഹാവ് ടു ടേക്ക് ദ പ്രയോറിറ്റീസ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ പ്രയോറിറ്റിയെ മുറുകെ പിടിക്കുമ്പോൾ ആ ക്രിസ്തു നൽകുന്ന അബണ്ടൻസ് ഓഫ് ജോയ് എന്ന സാധ്യതയിലേക്കാണ് ഈ വിളി എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കണം. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ, എംബ്രേസിംഗ് ന്യൂ സെക്യൂരിറ്റി ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ഒരു പുതിയ സുരക്ഷിതത്വം. ഇതുവരെ അവർ റോമൻ ആധിപത്യത്തിന് കീഴിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് ഫിഷിംഗ് എന്നൊക്കെ പറയുമ്പോൾ പാവപ്പെട്ടവനെന്നാണ് നമ്മുടെ ചിന്ത. നമ്മുടെ കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിലൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ബട്ട് ഫിഷേഴ്സ് വെയർ സംവാട്ട്
ഉയർന്ന ഒരു സമൂഹം തന്നെയാണ്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഉപജീവന മാർഗമാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അത്യാവശ്യമൊക്കെ സമ്പത്ത് അവരുടെ കൈകളിൽ ഉണ്ട് എന്നുള്ള തരത്തിൽ നമുക്കതിനെ കാണാനായിട്ട് സാധിക്കണം. അപ്പോ പറയുക, ഈ വിടുന്നതിന് എന്തുണ്ട്? അതിന് ചില വിലകൾ കൊടുക്കേണ്ടതാണ്. ഇറ്റ് ഈസ് കോസ്റ്റ്ലി ഡിസൈപ്പിൾഷിപ്പ്. വില കൊടുക്കേണ്ടതാണ്, ചിലത് ഇല്ലാതെയാകേണ്ടതാണ്, ചില സുരക്ഷിതത്വങ്ങളൊക്കെ നഷ്ടപ്പെടേണ്ടുന്ന അനുഭവമാണ്. അങ്ങനെയാണെങ്കിൽ ഈ അനുഗമനത്തിന്റെ അനുഭവത്തെ നമ്മൾ കാണുമ്പോൾ ഇതാ അവരനുഗമിക്കുന്നത് ആരുടെ പിറകെയാ? അവന് പറയാൻ ഒന്നേ ഉള്ളൂ. എന്താ നമ്മൾ കാണുന്നത്? ഫോക്സസ് ഹാവ് ഡെൻസ് ആൻഡ് ബേർഡ്സ് ഹാവ് നെസ്റ്റ്, ബട്ട് ദ സൺ ഓഫ് മാൻ ഹാസ് നോ പ്ലേസ് ടു ലേ ഹിസ് ഹെഡ്. ഉറനരികൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടം ഇല്ല. എന്നാൽ they are secured. ഒന്നും വാഗ്ദാനം ചെയ്യാൻ കഴിയാത്തവന്റെ പുറകെയാണ് ഗമിച്ചതെങ്കിലും ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്. ആ ഉറപ്പ് എന്താണ്? ഞാനോ ലോകാവസാനത്തോളം നിന്നോടുകൂടെ ഉണ്ട്. ഒന്നുമില്ലായ്മയുടെ ഇടങ്ങളിലേക്കായിരിക്കാം വിളി. അവർക്കിടയ്ക്ക് വിശന്നു എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്, കതിര് പറിച്ചു തിന്നു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ ജീവിക്കാൻ ജീവിത ഇടങ്ങളുടെ അസൗകര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ ഒരു ഉറപ്പ് അവർക്കുണ്ട്. ഈ വിളിക്ക് പുറകെ ഗമിക്കുമ്പോൾ ഒരു ഉറപ്പ് എന്ന് പറയുന്നത് they are embracing a new security in Christ. കർത്താവിന്റെ കരങ്ങളിൽ ഒരു സുരക്ഷിതത്വം അനുഭവിക്കുന്നുണ്ട്. സ്തെഫാനോസിനെ നമ്മൾ കാണാം, കല്ലാണ് എറിയുന്നതെങ്കിലും മുകളിലേക്ക് നോക്കുമ്പോൾ ആരുണ്ട്? ദൈവവും. ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് ആരുണ്ട്? കർത്താവുണ്ട്. That is the confidence that a disciple of Jesus is getting. Even though they are leaving their security for Christ, they are secured in Christ. ക്രിസ്തുവിൽ സുരക്ഷിതരാണ് എന്നുള്ള അനുഭവമാണ് നൽകുന്നത്. സമയം പോയെന്നാണ് എൻ്റെ ചിന്ത. ക്ലോക്ക് അവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്കറിയാനും പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് നിർത്താനായിട്ട് പോവുകയാണ്. എന്താ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ചിന്ത ഇപ്രകാരമാണ്. എന്താണ് ചിന്ത? നമ്മൾ പറയുകയാണ്, കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. നോട്ട് ഓൺലി ദീസ് ഡിസൈപ്പിൾസ്, ഹി ഈസ് കോളിംഗ് ഓൾ us. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ദേവാലയത്തിലായിരിക്കുന്നത്. ഹി ഈസ് കോളിംഗ് ആൻഡ് കമ്മീഷനിങ് us. നമ്മെ കർത്താവ് നിയോഗിച്ചയക്കുകയാണ്. എന്തിനാണ്? ടു കണ്ടിന്യൂ ഹിസ് മിഷൻ. അവന്റെ ദൗത്യം തുടരാനായിട്ട്. ഒരിക്കൽ തുടങ്ങിയത്, ഇന്ന് തുടർന്നത്, ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നതായ ആ വലിയ ദൗത്യത്തിന് വേണ്ടി നമ്മളെ വിളിക്കുക. അവൻ വിളിക്കുന്നു, ഇൻവിറ്റേഷൻ ദാറ്റ് കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. ദൈവരാജ്യത്തിന്റെ അനുഭവം നമ്മുടെ മുൻപിൽ ആക്കപ്പെട്ടിരിക്കുക. ദിസ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ടു ന്യൂ അലീജിയൻസ്. പുതിയ ചില ബന്ധങ്ങളിലേക്ക്, പുതിയതായ വിധേയത്വങ്ങളിലേക്കുള്ള ക്ഷണമാണ്. എംബ്രേസിംഗ് ന്യൂ വാല്യൂസ്. ലോകം തരുന്ന മൂല്യങ്ങളിലേക്കല്ല, കർത്താവ് തരുന്ന മൂല്യങ്ങളിലേക്കുള്ള ക്ഷണം. എംബ്രേസിംഗ് ന്യൂ റെസ്പോൺസിബിലിറ്റി. പുതിയ ഉത്തരവാദിത്വം. ഇതുവരെ അവർ ഫിഷേഴ്സ് ഓഫ് ഫിഷ് ആയിരുന്നെങ്കിൽ, catchers of fish ആയിരുന്നെങ്കിൽ, ഇപ്പോൾ നമ്മൾ കാണുന്നു ഫിഷേഴ്സ് ഓഫ് മെൻ. The third one is embracing new relationship. പുതിയ ബന്ധങ്ങളിലേക്കുള്ള ക്ഷണം. പടക്, അപ്പൻ ഒക്കെ വിടുന്നുണ്ട്, എങ്കിലും ദൈവരാജ്യത്തിന് വേണ്ടി 10 മടങ്ങായി അവയെ ലഭിക്കുന്ന ഒരു പുതിയ ബന്ധത്തിന്റെ തുടക്കമാണ് ഈ ഗമനം എന്നുള്ളത് നാം കാണണം. എംബ്രേസിംഗ് ന്യൂ സെക്യൂരിറ്റി ഇൻ ക്രൈസ്റ്റ്. യേശു കർത്താവിലുള്ള ഒരു പുതിയ സുരക്ഷിതത്വത്തിന്റെ ഗമനമാണ് ഈ ഗമനമെന്ന് നാം മനസ്സിലാക്കണം. നമുക്കും കർത്താവിനെ അനുഗമിക്കാം. അവന് മുമ്പിൽ നമ്മെ തന്നെ വെച്ചുകൊടുക്കാം. കർത്താവിന്റെ കൃപ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഈ ലോകത്തിൽ ദൈവത്തിനോട് ചേർന്ന് നിൽക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.